കോടീശ്വരനായ ജോർജ് സൊറോസിന് യുഎസിലെ പരമോന്നത ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകി പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ശക്തമായ വിമർശനങ്ങളാണിപ്പോൾ ഉയരുന്നത്. സൊറോസിന് പുരസ്കാരം നൽകാനുള്ള തീരുമാനത്തെ കടന്നാക്രമിച്ച് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തുകയുണ്ടായി. നിയുക്ത വൈസ് പ്രസിഡന്റ് JD വാൻസ്, ടെസ്ല CEO എലോൺ മസ്ക്, ഡൊണാൾഡ് ട്രംപ് ജൂനിയർ തുടങ്ങിയവരാണ് ഇതിനെതിരെ വിമർശനമുയർത്തി രംഗത്തെത്തിയത്. സൊറോസിന് സ്വാതന്ത്ര്യത്തിന്റെ മെഡൽ നൽകുന്നത് പരിഹാസ്യമാണെന്നാണ് മസ്ക് തുറന്നു പറഞ്ഞത്. ഈ വർഷത്തെ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ജേതാക്കളെ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചത് ശനിയാഴ്ചയായിരുന്നു. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകളും എന്നിവ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പരിഗണിച്ചാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ സ്ഥാപകൻ കൂടിയായ സൊറോസിന് മെഡൽ ഓഫ് ഫ്രീഡം നൽകുന്നതെന്നായിരുന്നു വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമായും വെളിപ്പെടുത്തിയത്. രാഷ്ട്രീയം, ജീവകാരുണ്യം, സ്പോർട്സ്, കല തുടങ്ങിയ മേഖലകളിൽ സംഭാവനകൾ പരിഗണിച്ച് 19 പേർക്കായിരുന്നു മെഡൽ പ്രഖ്യാപിച്ചിരുന്നത്. മുൻ സെക്രട്ടറി ഓഫ് സ്റ്റാറ്റ് ഹിലാരി ക്ലിന്റൺ, ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി, നടനായ ഡെൽസൺ വാഷിംഗ്ടൺ എന്നിവരും ഈ പ്രാവശ്യം പുരസ്കാരത്തിന് അർഹരായിരുന്നു. പക്ഷേ പുരസ്കാരം ജോർജ് സൊറോസിന് നൽകിയതിന് വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോ ബൈഡൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. മേക്ക് അമേരിക്കൻ ഗ്രേറ്റ് എഗെയിൻ പ്രവർത്തകരും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളും പ്രസിഡന്റ് ജോ ബൈഡന് നേരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്.